ഹായ്, നിനക്കിഷ്ടമാണോ ഗോതമ്പ് ദോശ? എനിക്കിഷ്ടമേ അല്ല. ഇവിടെ ഇതിന് ചപ്പാത്തി എന്ന് പേരിട്ടാണ് തരാറ്. ഇതെനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചായ മാറ്റാൻ പോവാം. വാ, മാറ്റിയാലോ? അപ്പം അതിന് ചപ്പാത്തി അതേ വരുള്ളൂ അതിൽ കേട്ടോ, ചപ്പാത്തി അല്ലെങ്കിലും. അത് ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇത് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ പച്ചക്കറി എടുത്തിരിക്കുന്നത് ക്യാരറ്റും അച്ചിങ്ങയാണ്. സവാള ഇവിടെ അത്ര ഇഷ്ടമല്ല കൊച്ചിന്, അപ്പം അതാണ് ഇട്ടില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പം ഞാൻ അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ വെള്ളത്തിലാണ് കേട്ടോ ഞാൻ വേവിച്ചത്. കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല ഇട്ടത് വേവിച്ചു. അപ്പോൾ അത് കാരണം നമുക്ക് അതിന് എണ്ണ വേണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്ക് എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുത്തു. മുട്ട ഞാനിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് വേകാത്ത ഭാഗങ്ങൾ വെന്ത് വരികയും അടിയിൽ പിടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി അരിഞ്ഞ് വെച്ചതും കൂടി ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളകും മസാലപ്പൊടി ഇട്ട് കുറച്ച് എണ്ണയും കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി. എണ്ണ അധികം ഇല്ലല്ലോ, മിക്സായി കൊടുത്തു. പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക. സംഭവം സെറ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒരു കൊള്ളാത്ത സാധനം ഇതിൻ്റെ അകത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സോസൊക്കെ ചേർക്കാം ഒരു ടേസ്റ്റിന്. പക്ഷേ ഇത് നല്ലതാണ്, ഹെൽത്തി ആയിട്ട് കഴിക്കാം.